കേരളത്തിലെ എല്ലാ ജലസംഭരണികളും ഇതുപോലെ നിറഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത്തവണ കാലാവസ്ഥ സമൃദ്ധമായിരുന്നു. മഴയുള്ളപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ മൂല്യം മനസ്സിലാക്കാറില്ല. വേനലാകുമ്പോഴാണ് ജലത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഉള്ളപ്പോൾ ധാരാളം, ഇല്ലാത്തപ്പോൾ പട്ടിണി എന്നതാണ് കേരളത്തിലെ ഇപ്പോൾ വെള്ളത്തിന്റെ അവസ്ഥ. എന്നാൽ ഉള്ളപ്പോൾ ഈ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാലോ ഇല്ലാത്തപ്പോഴുള്ള പട്ടിണി നമുക്ക് മാറ്റാൻ കഴിയും. സ്വന്തം അനുഭവത്തിലൂടെ ഇത് പ്രാവർത്തികമാക്കുകയാണ് മലപ്പുറം വാളക്കുളം AHM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. ഞങ്ങളുടെ സ്കൂൾ വളപ്പ് കണ്ടോ? ചെടികളും വൃക്ഷങ്ങളുമായി എവിടെയും പച്ചപ്പിന്റെ ചന്തമാണ്. എന്നാൽ വരെ ഇങ്ങനെയായിരുന്നില്ല സ്ഥിതി. പാറപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു മൊത്തത്തുണ്ടായിരുന്നു ഇവിടം. പാറപ്പുറത്തെ പച്ചപ്പുറമാക്കിയതിന് പിന്നിൽ ഞങ്ങളുടെ പരിശ്രമമുണ്ട്. വെള്ളത്തിന്റെ ഉപയോഗവും സംഭരണവും കാര്യക്ഷമമായി നടത്താനുള്ള പരിശ്രമം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ നിറവെള്ള ശേഖരണ പദ്ധതി. സ്കൂൾ കെട്ടിടത്തിലെ ഓടുകളിൽ വീഴുന്ന വെള്ളം ഒഴുകി ഈ സംഭരണിയിൽ എത്തുന്നു. 1 ലക്ഷം ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ശുദ്ധീകരിച്ച ജലം കിണറ്റിലെത്തും. ഇത് 60 ഓടകളിലെ വെള്ളം മണല് കല്ല് രണ്ട് റിങ്ങുകൾ ശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കിണറിൽ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുമൂലം ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിക്കാനുണ്ടാകുന്നത്. ഈ സംഭരണി ഉണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. കാശ് കൊടുത്ത് വെള്ളം വാങ്ങിയ കാലത്തെ ഈ സംഭരണി പഴന്തതിയാക്കി മാറ്റി. സ്കൂളിന് മാത്രമല്ല ചുറ്റുവട്ടത്തെ വീടുകളിലെ കിണറുകളിലും ഈ സംഭരണി ജലനിരപ്പ് ഉയർത്തി. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ പൈപ്പിൽ വെള്ളം പിന്നെ ഓരോ വീട്ടുകാരും 1500, 2000, 3000 ഡെയിലി വാങ്ങിയിട്ടാണ് വരുന്നത്. അത് വളരെ കുറവ്, വളരെ കുറവ് വെച്ചാൽ വളരെ കുറവ്. 2 വർഷം വാങ്ങാത്ത വീട്ടുകാർ വരെയാണ് വെള്ളം. അതുകൊണ്ട് മെച്ചം വെച്ചാൽ നമ്മൾ സ്കൂൾ വളപ്പിലെ മഴവെള്ള സംഭരണിയിലാണിത്. 10,000 ലിറ്റർ സംഭരണശേഷിയുണ്ട്. മഴവെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിന്റെ ഗുണം വേനൽക്കാലത്ത് മനസ്സിലാകും. സ്കൂളിലെ ചെടികളുടെ ദാഹം തീർക്കുന്നത് ഇതിലെ വെള്ളമാണ്. ഇത് പുതുതായി തീർത്ത 2 മഴക്കുഴികൾ. മഴയത്ത് ഒലിച്ചു പോകുന്ന വെള്ളത്തെ മണ്ണിൽ താഴ്ത്തി ജലനിരപ്പ് ഉയർത്തുന്നതിന് ഇവ സഹായിക്കുന്നു. ശരിക്കും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല സമീപനം, പ്രതികരണങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്ന ഏതൊരു പരിപാടി അവർ ഏറ്റെടുക്കുകയാണ്. ഈ പ്രദേശത്ത് പലപ്പോഴും ഈ ജലക്ഷാമം വളരെ രൂക്ഷമായ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവിടെ രക്ഷിതാക്കളെ കുറിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ വരികയും ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഇത് വീടുകളിൽ പോയി നടപ്പിലാക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ തണ്ണീർത്തണ്ട്. ഇതിലെ വെള്ളത്തിൽ ഔഷധ മൂല്യമുണ്ട്. കാരണം സ്കൂളിൽ തന്നെ നട്ടു വളർത്തുന്ന ഒരാവശ്യമാണ് ഇതിലെ വെള്ളത്തിന് കൂട്ട്. ഇത് ശരീരത്തിനും മനസ്സിനും തണുപ്പേകുന്നു. ഈ രാമച്ചത്തിൽ ഉപയോഗിക്കുന്നത് തുളസിയും രാമച്ചവുമാണ്. ഇത് നമ്മുടെ സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ വെള്ളത്തിന് മുട്ടില്ലെന്ന് കരുതുന്നവർ അത് പാഴാക്കാറില്ല. കൈ കഴുകാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം ഒഴുക്കി പൂന്തോട്ടത്തിൽ എത്തിക്കുന്നു. കാരണം വെള്ളത്തിന്റെ വില ഞങ്ങൾക്കറിയാം. നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ജലം. അതിന്റെ അളവ് നമ്മളിങ്ങനെ നിത്യജീവിതത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അത്